വാഗമണിൽ വെച്ച് കിടക്കുന്ന ഒഫീഷ്യൽ മീറ്റപ്പിന്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാക്ക് 1ഉം 2ഉം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ട്രാക്ക് 3യിലേക്ക് മൂവ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ തേർഡ് ട്രാക്ക് ഫുള്ള് സ്ലഷ്, അതിൻ്റെ കൂടെ തന്നെ ക്ലൈംബിങ്, 1 ടാസ്ക്. ഞാൻ ഈ ഇരിക്കുന്ന വണ്ടി ഉണ്ടല്ലോ, വെറും സ്റ്റോക്ക് കണ്ടീഷൻ. ടയർ പോലും എൻ്റെ ഒറിജിനൽ സ്പെക്കിലുള്ള ടയർ മാത്രമാണ്. ഒരു അഡീഷണൽ ഫീച്ചറോ ഒരു അഡീഷണൽ ആയിട്ടോ ഒന്നുമില്ലാത്തൊരു വണ്ടി. വളരെ സിമ്പിളായിട്ടാണ് ഇവൻ ആ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നത്. മഹേശ്വർ എന്ന് പറഞ്ഞ ആളുടെ പേര്, അടിമാലിക്കാരനാണ്. വണ്ടികൾ ഓരോന്നും മാറി മാറി കയറിക്കൊണ്ടിരുന്നു. ഡേ 1 വൈകുന്നേരമായിട്ട് പോലും നമുക്കൊരു തണുപ്പോ കിട്ടിയിട്ടില്ല. വാഗമണാണോന്ന് പോലും നമുക്ക് ഡൗട്ട് വന്നു ചില സമയങ്ങളിൽ. കാരണം അത്യാവശ്യം നല്ല ചൂടും നല്ല വെയിലും ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു കോട കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. പക്ഷെ മഴയുണ്ട് കേട്ടോ. ചില സമയത്ത് മഴ പെയ്തിട്ട് ഈ സ്ലഷ് ആയിട്ടുള്ള റോഡ് നമുക്ക് വീണ്ടും കോമ്പറ്റീറ്റീവായി തന്നുകൊണ്ടിരിക്കുകയാണ്. ഓവർ സ്ലഷ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒട്ടും അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടാസ്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നമുക്ക് ചലഞ്ചിങ് ആയിട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. ജിമ്നി ചെറുവണ്ടി ആണെങ്കിലും ഉണ്ടല്ലോ, ഇതിൻ്റെ എൻജിൻ ഭയങ്കര പവർഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എൻജിൻ ഏത് കയറ്റവും കുതിച്ച് കയറാൻ പാകത്തിന് പവർഫുൾ ആണ്. ഹുസൈൻ പറഞ്ഞനുസരിച്ചിട്ട് ഈ വന്നേക്കണ വണ്ടി 1/2 കിലോ ചാള മേടിക്കാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് തോന്നുന്ന വണ്ടിയാണ്. അത് വന്നെത്തിയേക്കുന്നത് വാഗമണിൽ. അടുത്തതായി നമ്മുടെ യുദ്ധഭൂമിയിലേക്ക് മെയിൻ വണ്ടി ഇറങ്ങിയേക്കാണ്. ഈ ക്ലബിൻ്റെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള റിയാസ് ബംഗോലയുടെ വണ്ടി. ബൊലേറോ തന്നെയാണ്, DI ടർബോ എഞ്ചിനാണ്. ഈ എന്തോ ബൊലേറോനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ടാട്ടോ ഈ എൻ്റെ വീഡിയോയിൽ കൂടുതലും ബൊലേറോ വന്നേക്കണത്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യണം. മറ്റു വണ്ടികളുണ്ടെങ്കിലും ഈ ബൊലേറോനോടൊരു പ്രത്യേക താല്പര്യമുണ്ടാകുന്നു തോന്നുന്നു. ഞാൻ ബൊലേറോയുടെ പുറകെ മാത്രം നടക്കണത്. അതിപ്പോൾ ചിലർക്ക് അങ്ങനെയാണല്ലോ. എന്ന് വെച്ച് മറ്റു വണ്ടികൾ മോശമാണെന്നല്ല. മറ്റു വണ്ടികൾ ഇതിനേക്കാളും കേപ്പബിലിറ്റി കൂടുതലുള്ള വണ്ടികളുണ്ട്. ബൊലേറോയുടെ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇവിടെ നിന്ന് കുടിക്കാന്ന് ഇങ്ങോട്ട് വാ. നീ എങ്ങടെ ഓർഡർ ഇവിടെ ഓടല്ലേ? ഓഫ് റോഡിന്റെ ബ്രേക്കിൽ ഒരു കാപ്പ് പിടിക്കാൻ ഇറങ്ങിയതാ. വണ്ടി മാരക പെർഫോമൻസ് നമ്മള് ലൈഫിലൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടാണ് ഓഫ് റോഡിങ്ങെല്ലാം. അപ്പൊ അതിൽ നമുക്ക് കുറെ നഷ്ടങ്ങളുണ്ടാവും. വണ്ടിയുടെ ചിലപ്പോൾ ലീഫ് പൊട്ടും, ചിലപ്പോൾ ഹൗസിങ് കുത്തിയിരിക്കും, ചിലപ്പോൾ ഓൾട്ടർനേറ്റർ അടിച്ചു പോകും, ചിലപ്പോൾ നിസാര പെയിന്റിങ് സ്ക്രാച്ച് വീഴും, അല്ലെങ്കിൽ ചിലപ്പോൾ മഡ്ഗാർഡ് പൊട്ടും. അതൊക്കെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണതാണ്. ലൈറ്റ് കത്തണല്ലോ, എന്താ പറ്റിയെന്ന് പോയിക്കൊണ്ടിരിക്കണതാണ്.
ഡേ 1 കംപ്ലീറ്റ് ചെയ്തപ്പോൾ എല്ലാവരോടും എൻ്റെ സന്തോഷത്തിൽ ഒരുമിച്ച് ചായ കുടിക്കാറിയാണ്. ഒരുമിച്ച് ചായ കുടിച്ച് എല്ലാവരും ഒരുമിച്ച് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ട്രാക്കിൽ കാണിക്കണ നമ്മളെ ഒരു എനർജിയും പവറും അതെല്ലാം നമ്മൾ ഓൺ ദ റോഡ് വരുമ്പോൾ ഭയങ്കര പക്വതയോടുകൂടി പെരുമാറിയാണ് ഓരോ വണ്ടിയും മുന്നോട്ട് പോകുന്നത്. ബാറ്ററി ഡൗൺ ആയിപ്പോയി. ബാറ്ററിയിലേക്ക് ചാർജ് കയറണല്ലോ. ആദ്യം വിചാരിച്ച് ഓൾട്ടർനേറ്റർ അടിച്ചു പോയതാണ്. പിന്നീട് മനസ്സിലായി എൻ്റെ പുള്ളി ലൂസ് ആയതാണ്. അത് അഡ്ജസ്റ്റ് ചെയ്തു. ട്രിപ്പിന്റെ കോർഡിനേറ്ററിന് നല്ല ടെൻഷൻ ഉണ്ടോ നോക്കി. ആ ടെൻഷനില്ലാതെ തന്നെ കാരണം എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഇത് നമ്മുടെ പ്രോഗ്രാമാണെന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാണ്. കോഴിക്കോട് നാസർ കൊടുവള്ളി മധുരം മധുരം. ഭക്ഷണത്തിന് ശേഷം ഇന്നത്തെ വണ്ടികളുടെ കംപ്ലൈന്റ് തീർക്കുന്ന പണിയാണ്. മെയിൻ്റെനൻസ് അസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് വർക്ക് കുറച്ചും കൂടി എളുപ്പമാക്കി. നമ്മുടെ മോൺസ്റ്റർ ബൊലേറോയുടെ ആക്സിൽ ഒടിഞ്ഞായിരുന്നല്ലോ. ഉപ്പ് തറയിൽ പോയി ഇന്ന് തന്നെ ആക്സിൽ ഓടിച്ച് ഇന്ന് തന്നെ പണിതിട്ട് നാളെ ട്രാക്കിൽ ഇറക്കാനുള്ളതാണേ. ഏതാ നമ്മുടെ വഴി. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മൾ DJ അറേഞ്ച് ചെയ്തിരുന്നു. ആ ഒരു വൈബ് ആരും പിടിച്ചില്ല. എല്ലാവരും ഓപ്പൺ വൈബാണ് പിടിച്ചത്. തങ്കമ്മേ എനിക്കൊന്ന് പാടി തുടിക്കണം ആരണം പറയണം എനിക്കൊന്ന് ആരണം പാടണം എനിക്കൊന്ന് പാടി തുടിക്കണം